ഇവിടെ താൻ ഇതിനു മുമ്പ് FIR എഴുതിയിട്ടുണ്ടോ? സാറേ ഞാൻ നേരത്തെ ഒരു കേസ് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കേസ് തേഞ്ഞു മാഞ്ഞു പോയി. അതിന് തെളിവില്ലായിരുന്നോ? അതല്ല, ഞാൻ പെൻസിൽ കൊണ്ടാണ് എഴുതിയത്. അപ്പൊ ഇവിടെ പെൻസിലുമായിട്ടാണ് വന്നേക്കുന്നത്? അല്ലല്ല, ഇവിടെ പേന കൊണ്ടാണ് എഴുതിക്കുന്നത്. ആണോ? അപ്പൊ ശരി, എഴുതി തുടങ്ങിക്കോ. അക്കോർഡിംഗ് ടു ക്രൈം നമ്പർ 7/37 ദ ക്രൈം വിൽ ബി ഡൺ അറ്റ് മിഡ്നൈറ്റ്. എഴുതിയ? എഴുതി. അച്ഛൻ മരിച്ചിട്ട് കിട്ടിയ ജോലിയാണ്. ഇത്രയും കട്ടിയുള്ള വാക്കൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. മലയാളത്തിൽ പറയാമോ സാർ? ഇത് ഇംഗ്ലീഷ് നമുക്ക് രണ്ടുപേർക്കും പാടായതുകൊണ്ട് ഞാൻ മലയാളത്തിൽ കീച്ചാം. അത് മതി. കൊലപാതകം നടന്ന ദിവസം പ്രതി മതിൽ ചാടിക്കിടന്നാണ് ഈ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. അതിന് തെളിവില്ലല്ലോ സാർ. അത് വെട്ടിയേക്ക്. നല്ല കാര്യം. അപ്പോൾ ഈ പ്രതി എങ്ങനെയോ അവിടെ എത്തി. അത് കറക്റ്റ് ആണല്ലോ. അത് വന്നിട്ട് അടുക്കള ഭാഗത്തുള്ള പൈപ്പിന്റെ ടാപ്പ് തുറന്നു വിട്ടു. വെള്ളം പോകുന്ന ശബ്ദം കേട്ട് അകത്തുള്ള ആൾക്കാർ പുറത്തു വന്നപ്പോഴാണ് ഈ കൊലപാതകം നടത്തിയത്. അതിന് തെളിവ് വേണ്ടേ സാർ? അതിന് തെളിവുണ്ട്. ഈ പ്രതിയുടെ മുഖം വ്യക്തമല്ലെങ്കിലും CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. അതെന്റെ മുഖം വ്യക്തമാകാഞ്ഞത്? ഈ മരിച്ച ആളുടെ നിക്കറ് ആ CC ക്യാമറ ഉണക്കാനിട്ടേക്കുമായിരുന്നു.